Okay, hello students. So we are next moving to another chapter, and the chapter name is comparing quantities. Okay, comparing quantities is your eighth chapter. Okay, so ഇതിനകത്ത് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. So first of all, we are going to deal with percentage. Okay, percentage. നിങ്ങൾ സ്ഥിരം കേൾക്കാറുള്ള വാക്കാം percentage. What is percentage? Percentage are numerators of fractions. Percentage are numerators of fractions having denominator as 100. Okay, percentages are used in comparing results, and percentage is represented by the symbol. As you can see here, one symbol. Here you can see one symbol. This is the symbol for percentage. Okay, എന്താണ് നമ്മൾ ഈ ഒരു പെർസെൻറ്റേജ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നോക്കാം. ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കുറേ കാര്യങ്ങൾ പറഞ്ഞല്ലോ. പെർസെൻറ്റേജിൻ്റെ ഒരു ഡെഫിനിഷനാണ് ഞാൻ വായിച്ചത്. പെർസെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഔട്ട് ഓഫ് 100 എത്ര, 100-ൽ എത്ര, അതാണ് ശരിക്കും ഈ പെർസെൻറ്റിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. സെൻറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ 100. പെർസെൻറ്റ് 100-ൽ എത്ര, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, പെർസെൻറ്റേജ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഈ പെർസെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഡിനോമിനേറ്റർ എത്ര ആയിരിക്കും, ഒരു ഫ്രാക്ഷൻ ആയിരിക്കും, അതിൻ്റെ അകത്ത് ഡിനോമിനേറ്റർ എപ്പോഴും എത്ര ആയിരിക്കും, 100 ആയിരിക്കും. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ 9% ഉണ്ടോ, 9%ൻ്റെ അർത്ഥം എന്താണ്, 9 ഔട്ട് ഓഫ് 100 ഉണ്ടോ, 100-ൽ എത്രയാ, 9. അതാണ് 9% എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. നമ്മളതിനെ എഴുതുന്ന രീതി എങ്ങനെയാണ്, ഇങ്ങനെയാണ്. 9/100 സോൾവ് ചെയ്താൽ എത്ര കിട്ടും, 0.09. ഓക്കെ, ഇതാണ് ഇതിന്റെ ലോജിക്ക്. നമ്മൾ ഒത്തിരി പ്രോബ്ലംസ് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഫേസ് ചെയ്യുന്നതാണ്, ഇതിന് ബേസ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ അതെല്ലാം ചെയ്ത്, നമ്മളിപ്പോൾ ചെയ്യുന്ന കുറേ പ്രോബ്ലംസ് ഉണ്ട്, അതെല്ലാം നിങ്ങൾ ചെയ്ത് പഠിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറേ കൂടെ ഐഡിയ കിട്ടും. ഓക്കെ, നമുക്ക് പ്രോബ്ലംസിലോട്ട് ഡയറക്റ്റ് ആയിട്ട് കയറാം. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എലിജിബിൾ ആണല്ലോ, നിങ്ങൾക്ക് കാണാമല്ലോ. ഓക്കെ, നമ്മൾ ഫസ്റ്റ് നമ്മുടെ എക്സസൈസിലോട്ട് നമ്മൾ മൂവ് ചെയ്യണേ. നിങ്ങൾക്ക് എക്സസൈസ് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാനിവിടെ എഴുതാം. അതിൻ്റെ എക്സസൈസ് ഏത് എക്സസൈസ് ആണെന്നും കൂടെ ഞാനൊന്ന് എഴുതിയിട്ടേക്കാം. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ NCERT-യിലെ 8.2 കേട്ടോ, നിങ്ങളുടെ NCERT-യിലെ എക്സസൈസ് 8.2-ലെ ക്വസ്റ്റ്യൻ നമ്പർ 1 ആണ് നമ്മളിവിടെ ഡീൽ ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 1. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 1 എന്താണ്, കൺവേർട്ട് ദ ഗിവൺ ഫ്രാക്ഷൻ നമ്പേഴ്സ്. ഇതെല്ലാം ഫ്രാക്ഷണൽ നമ്പേഴ്സ് ആണ്. നിങ്ങൾ അതിനെ എന്തിലോട്ട് മാറ്റണം, പെർസെന്റിലോട്ട് മാറ്റണം. Question is to convert the given fractional numbers to percent. Okay, അപ്പോൾ ഇതിന്റെ സ്റ്റെപ്സ് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഞാൻ എഴുതാൻ പോകുന്നത്. സോ we have 1/8 അല്ലേ, 1/8. ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ I am going to multiply 100 on the numerator as well as denominator. I am going to multiply this fraction 1/8 with 100 on numerator and denominator. Okay, അപ്പോൾ ഞാൻ തൽക്കാലം ഈ ഡിനോമിനേറ്ററിൽ 100-നെ അവിടെ തന്നെ നിർത്തുവാണേ. അപ്പോൾ എനിക്ക് എങ്ങനെ എഴുതാം, 1 × 100 എത്ര വരും, 100/8 ഇൻറ്റു ഒരു 1/100 കൂടെ ഉണ്ട് അല്ലേ. ഈ 100 × 1 എന്ന് പറഞ്ഞാൽ 100/8 ഇൻറ്റു 1/100 എന്ന് പറഞ്ഞ് തന്നെ വന്നിട്ടുണ്ട്. ഇവിടെ ഓർക്കുക, ഡിനോമിനേറ്ററിൽ എപ്പോഴും 100 ഉണ്ട്. ഡിനോമിനേറ്ററിൽ 100 ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം, 100/8. ഞാൻ ഈ 1/100 ഡിനോമിനേറ്റർ ഉണ്ട് എന്ന് പറയുന്നതിന് പകരമായിട്ട് എനിക്ക് ഇങ്ങനെ പെർസെന്റ് എന്ന് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എനിക്ക് എത്ര കിട്ടും, 1/8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ, 100/8%. 100/8 നിങ്ങൾക്ക് സോൾവ് ചെയ്യാം, ക്യാൻസൽ ചെയ്തെടുക്കാം. പെർസെന്റ് എന്നുള്ള ഡിനോമിനേറ്റർ 100 ഉണ്ടെന്നാണ് കേട്ടോ അതിൻ്റെ അർത്ഥം. അപ്പോൾ സോൾവ് ചെയ്യാം, എത്രയാ, 4-ൽ ക്യാൻസൽ ചെയ്യാമല്ലോ. 4 2s are 8. പിന്നെ ഇവിടെ എത്ര വരും, 4 2s are 8, റിമൈൻഡർ 2, 25. 25/2, 25-ന്റെ പകുതി എത്രയാ, 12.5%. ക്ലിയർ ആണോ? സോ 1/8 ഈസ് 12.5%. ഓക്കെ, സോ വി ഹാവ് കൺവേർട്ടഡ് ദ ഗിവൺ ഫ്രാക്ഷണൽ വാല്യൂ അല്ലെങ്കിൽ ഫ്രാക്ഷണൽ നമ്പർ ടു പെർസെൻറ്റേജ്. ക്ലിയർ ആണോ എഴുതിയത്? ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാം. നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് എഴുതിയെടുക്കണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് 5/4. 5/4 ആണ് ബി പാർട്ട്. ഓക്കെ, 5/4 is it is given
Given എന്താണ് 5/4. So we can write it as 5/4 into നേരത്തെ ചെയ്ത പോലെ തന്നെ സ്റ്റെപ്സ് റിപ്പീറ്റ് ചെയ്യുക. യു ജസ്റ്റ് റിപ്പീറ്റ് ദ സ്റ്റെപ്സ് വിച്ച് ഐ ഡിഡ് ഇൻ ദ പ്രീവിയസ് പ്രോബ്ലം. Numerator into 100, denominator also into 100. So just multiply numerators. 5 into 100. What is the answer? 500 divided by 4 into 1 by 100. As you know, if you have a denominator, then you can express it as 500 by 4%. Okay. നിങ്ങൾ അതിനെ ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ എത്ര കിട്ടും? 4 1s are 4, remainder 1 10, 4 2s are 8, remainder 2 20, 125%. So the answer is 125%. So 5/4 is 125%. Okay. ഞാൻ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്തു തരും. അതിനുശേഷമുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സി 3/40. Okay. We are given 3/40 and you have to convert this fractional value to percentage. എങ്ങനെ കൺവേർട്ട് ചെയ്യും? 3/40 into 100 on numerator and into 100 on denominator. Okay. So നിങ്ങൾക്ക് ഇവിടെ ക്യാൻസൽ ചെയ്യാലോ. ക്യാൻസൽ ചെയ്തോളെ അല്ലേ. അപ്പോൾ എത്ര വരും? ഇപ്പോൾ നമ്മൾ 2ൽ ക്യാൻസൽ ആയി പോകുമല്ലോ. 2 2s are 4, 2 5s are 10, 5 into 3 15, 15/2. 1/100നെ നിങ്ങൾ എന്തായിട്ട് എഴുതിയാൽ മതി? പെർസെൻറ്റേജ്. 15ന്റെ പകുതി എത്ര? 7.5 അല്ലേ. 7.5%. പെർസെൻറ്റേജ് എന്ന് എഴുതുമ്പോൾ ഓർത്തോളുക, ഡിനോമിനേറ്ററിൽ എന്തുണ്ട്? 100 ഉണ്ട്. 7.5% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 7.5 divided by 100. It is all the 100 is in the denominator. Okay. Idea clear ആണല്ലോ. So 3/40 is 7.5%. ക്ലിയർ ആണല്ലോ ഐഡിയ? ഓക്കെ. അപ്പം ഞാനിപ്പോൾ 3 ക്വസ്റ്റ്യൻസ് ചെയ്തില്ലേ? നിങ്ങൾ ഇനി എന്ത് ചെയ്യണം? 4ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യും. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഞാൻ ഹോംവർക്ക് ആയിട്ട് തരുവാണേ. 2/7 എന്നുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ എന്താക്കി ചെയ്യാം? ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ക്ലിയർ ആണല്ലോ ഐഡിയ? അപ്പം നമുക്കിനി എക്സസൈസ് 8.2ലെ സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാം. ഓക്കെ. ഇതാണ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് മൂവ് ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്. ഞാൻ ആ ക്വസ്റ്റ്യൻ കൂടെ മാർക്ക് ചെയ്തേക്കാം ഇവിടെ. ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ് കേട്ടോ. ഏതാ? എക്സസൈസ് 8.2ലെ ക്വസ്റ്റ്യൻ നമ്പർ 2. ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റിൽ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഓർക്കുക. എക്സസൈസ് 8.2ലെ ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ് കേട്ടോ. ക്ലാസ് നിങ്ങൾ 7th ക്ലാസ്സിലെ നിങ്ങളുടെ 8.2 എക്സസൈസിലെ മാത്സ് ടെക്സ്റ്റിലെ 8.2 എക്സസൈസിലെ ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ ഇതാണ്. കൺവേർട്ട് ദ ഗിവൺ ഡെസിമൽ ഫ്രാക്ഷൻസ് ടു പെർസെൻറ്റേജ്. നിങ്ങൾ ഈ തന്നേക്കുന്ന ഡെസിമൽ ഫ്രാക്ഷനെ എന്താക്കി മാറ്റുക? പെർസെൻറ്റേജ് ആക്കി മാറ്റുക. ഞാൻ ആദ്യത്തെ ചെയ്ത് നോക്കാം. ആദ്യത്തെ ചെയ്യാം. എത്രയാ? 0.65 അല്ലേ? കണ്ടോ? യു ഹാവ് ടു കൺവേർട്ട് ദിസ് ടു പെർസെൻറ്റേജ്. 0.65 ടു പെർസെൻറ്റേജ്. എന്ത് ചെയ്യണം? നേരത്തെ ചെയ്ത അതേ മെത്തേഡ്. എന്ത് ചെയ്യണം? ന്യൂമറേറ്ററിൽ എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം? 100. ഡിനോമിനേറ്ററിൽ എത്ര വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം? 100. കണ്ടോ? 0.65 into 100. വാട്ട് ഈസ് 0.65 into 100? നിങ്ങളെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിപ്പിച്ചു തന്നതല്ലേ? കഴിഞ്ഞ ചാപ്റ്റർ, കഴിഞ്ഞ മുമ്പ് നമ്മൾ പഠിച്ചൊരു ചാപ്റ്ററിലൊക്കെ പഠിച്ചതല്ലേ? 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പം പോയിന്റ് എന്ത് ചെയ്യണം? റൈറ്റിലോട്ട് മൂവ് ചെയ്യണം. കണ്ടോ? 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പോയിന്റ് എങ്ങോട്ട് മൂവ് ചെയ്യണം? റൈറ്റിലോട്ട് മൂവ് ചെയ്യണം. അപ്പം ഇവിടെ 2 സീറോസ് ഉള്ളതുകൊണ്ട് 2 പോയിന്റ്സ് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യണം. അപ്പം എത്ര വരും? 65. കണ്ടോ? ഡിവൈഡ് ബൈ 100. ഓക്കെ. സോ ഡിവൈഡ് ബൈ 100 ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ എന്തായിട്ട് എഴുതാം? പെർസെൻറ്റേജ് എന്ന് പറഞ്ഞ് എഴുതി കൂടെ? അപ്പം എത്ര വരും? 65%. ഓക്കെ. സോ 0.65 ഈസ് 65%. ക്ലിയർ ആണോ ഐഡിയ? ഐഡിയ ക്ലിയർ ആണോ? ശരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2.1. ഓക്കെ. 2.1നെ നമുക്ക് എന്താക്കി മാറ്റണം? യു ഹാവ് ടു കൺവേർട്ട് ഇറ്റ് ഇൻറ്റു പെർസെൻറ്റേജ്. സോ യു ജസ്റ്റ് മൾട്ടിപ്ലൈ വിത്ത് 100 ഓൺ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ. ഓക്കെ. 2.1 into 100 എത്ര വരും? 210. ഡിവൈഡഡ് ബൈ എന്തുണ്ട്? 100 ഉണ്ടല്ലോ. ഡിവൈഡ് ബൈ 100 ഉണ്ടെങ്കിൽ നമുക്ക് പെർസെൻറ്റേജിൽ എഴുതാമല്ലോ. അപ്പോൾ എത്ര കിട്ടും? 210%.
ഉണ്ടോ? 2.1 എന്ന് പറഞ്ഞാൽ എത്ര പെർസെൻറ്റേജാ? 210%. ഓക്കെ, ക്ലിയർ ആണല്ലോ ഐഡിയ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. 0.02 എന്താണ്? 0.02. നമുക്കിതിനെ എന്തിലോട്ട് മാറ്റണം? പെർസെൻറ്റേജിലോട്ട് മാറ്റണം. അപ്പോൾ എന്ത് ചെയ്യണം? 0.02 ന്യൂമറേറ്ററിൽ 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം, ഡിനോമിനേറ്ററിൽ എത്ര വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം? 100 വെച്ച് മൾട്ടിപ്ലൈ. അപ്പോൾ എത്ര കിട്ടും? 2 അല്ലേ? 0.02 എന്ന് പറഞ്ഞാൽ 2, 100 വെച്ച് മൾട്ടിപ്ലൈ 2 ഡിവൈഡ് ബൈ എത്രയാ? 100. സോ ആൻസർ വിൽ ബി 2%. ആൻസർ വിൽ ബി 2%. ക്ലിയർ ആണോ ഐഡിയ? ഐഡിയ ക്ലിയർ ആണല്ലോ? അപ്പോൾ നിങ്ങൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഏത് ക്വസ്റ്റ്യനാ? ഡി എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾ എന്താക്കി ചെയ്യാം? ഹോംവർക്ക് ആക്കി ചെയ്യാം. ഓക്കെ, ഒരെണ്ണം നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് തരുവാണേ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് മൂവ് ചെയ്യാം. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസ് 8.2-ലെ ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 3, തേർഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവർ ഇവിടെ സർക്കിൾസ് മാർക്ക് ചെയ്തേക്കോ. സോ ഹിയർ വി ആർ ഗിവൺ സർക്കിൾസ് ആൻഡ് വി ഹാവ് ഷെയ്ഡഡ് ഇറ്റ്. സോ ദ ക്വസ്റ്റ്യൻ ഈസ് estimate what part of figure is colored and hence find the percent which is colored. ഈ കളർ ചെയ്തത് എത്ര പെർസെൻറ്റേജ് ആണ് ഈ സർക്കിളിന്റെ? What percentage of the circle is colored here? Okay, the question asked here is what percentage of circle is colored here. So we can move to the question number 1. Okay, question number 1. So നോക്ക്, ഇതിന് ടോട്ടൽ എത്ര പാർട്സ് ഉണ്ടെന്ന് അറിയാമോ? ഇതിപ്പോൾ ഫുള്ളായിട്ട് അവർ വരച്ചിട്ടില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ചിടാം. റെഡ് ഉപയോഗിച്ച് വരയ്ക്കാം, അപ്പോൾ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ എളുപ്പമായിരിക്കും. ദേ കണ്ടോ എത്ര പാർട്സ് ഉണ്ട് മൊത്തം ഈ സർക്കിളിന്? കണ്ടോ, ഇപ്പം ഇത് ഓൾറെഡി ഒരു പാർട്ടാണ്. കണ്ടോ, ഇതൊരു പാർട്ടാ. സെക്കൻഡ് പാർട്ട്, തേർഡ് പാർട്ട്, ഫോർത്ത് പാർട്ട്. കണ്ടോ, 4 പാർട്സ് ഉണ്ട് ഈ സർക്കിളിന്. അതിൽ ഒരു പാർട്ടേ ഷെയ്ഡ് ചെയ്തിട്ടുള്ളൂ. അപ്പം നമുക്ക് എന്ത് എഴുതാം നമ്മുടെ സൊല്യൂഷനായിട്ട്? സിൻസ് 1/4 പാർട്ട് ഈസ് ഷെയ്ഡഡ്. എത്ര പാർട്ടാ ഷെയ്ഡ് ചെയ്തേക്കുന്നത്? 1/4 ഓഫ് പാർട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഷെയ്ഡഡ് ഉണ്ട്. ആൻഡ് 1/4 ഇസ് ഈക്വൽ ടു, പെർസെൻറ്റേജിലോട്ട് മാറ്റാൻ പോണേ, 1/4 ഇൻറ്റു 100 ന്യൂമറേറ്ററിൽ, ഡിനോമിനേറ്ററിലും എന്താ? ഇൻറ്റു 100. ഓക്കെ, സോ എന്ത് വരും ആൻസർ? ന്യൂമറേറ്ററിൽ 100 തന്നെ എഴുതും, 100/4 അല്ലേ? ബൈ 100 ഉണ്ടെങ്കിൽ പെർസെൻറ്റേജിൽ എഴുതാം, പെർസെൻറ്റേജ്. 100/4 എന്ന് പറഞ്ഞാൽ എത്ര പെർസെൻറ്റേജാ? 25%. ഓക്കെ, സോ ഫസ്റ്റ് സർക്കിളിൽ വാട്ട് പാർട്ട് ഓഫ് സർക്കിൾ ഈസ് ബീൻ ഷെയ്ഡഡ്? ഓക്കെ, it is 25% of the circle is being shaded. 25% of this circle is being shaded. Okay, that is the answer here. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ എത്ര? 25% ഓഫ് ദ സർക്കിൾ ഈസ് ഷെയ്ഡഡ് എന്നുള്ളതാണ് ആൻസർ കേട്ടോ. ഓക്കെ, അപ്പം നിങ്ങളത് എഴുതുക. ഞാൻ നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഇത് എഴുതി എടുക്കണം കേട്ടോ. എന്നിട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് മൂവ് ചെയ്യാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, എന്താ സെക്കൻഡ് ക്വസ്റ്റ്യൻ? എത്ര പാർട്സ് ഷെയ്ഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾ നോക്കിയാൽ എത്ര പാർട്സ് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്? ഈ സർക്കിൾ ഡിവിഷൻ പോലെ അല്ല, ഇതിൻ്റെ അകത്ത് എത്ര ഡിവിഷൻസ് ഉണ്ട്? 1, ഇതൊരു പാർട്ടാണ്. 1, 2, 3, 4, 5 പാർട്സ് ഉണ്ട് സർക്കിളിന്. അതിൽ എത്ര പാർട്സ് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്? 1, 2, 3 പാർട്സ് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് എന്ത് എഴുതാം? സിൻസ് 3 പാർട്സ് ഔട്ട് ഓഫ് 5 പാർട്സ്. ഓക്കെ, എന്താണ്? 3 പാർട്സ് ഔട്ട് ഓഫ് എന്താണ്? 5 പാർട്സ് ആർ എന്താണ്? ഷെയ്ഡഡ്. 3 പാർട്സ്, 5 പാർട്സിൽ എത്ര പാർട്സ് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്? 3 പാർട്സ് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. Therefore നമുക്ക് എന്ത് എഴുതാം? നമുക്ക് ഫ്രാക്ഷൻ എഴുതാമല്ലോ. ഫ്രാക്ഷൻസിൽ നമ്മളിത് പഠിച്ചതല്ലേ. 3 പാർട്സ് ആണ് 5 പാർട്സിൽ ഷെയ്ഡ് ചെയ്തേക്കുന്നത്. അപ്പം നമ്മൾ അതിന്റെ ഫ്രാക്ഷൻ എങ്ങനെ എഴുതും? 3/5 അല്ലേ? 3/5 എന്നല്ലേ നമ്മൾ എഴുതുന്നത്? 3/5 പാർട്ട് ഈസ് ഷെയ്ഡഡ്. കണ്ടോ, 5-ൽ 3 ഭാഗമാണ് എന്ത് ചെയ്തേക്കുന്നത്? ഷെയ്ഡ് ചെയ്തേക്കുന്നത്. ഓക്കെ, പെർസെൻറ്റേജിലോട്ട് മാറ്റ്. ആൻഡ് 3/5 ന്യൂമറേറ്ററിൽ നിങ്ങൾ എത്ര വെച്ച് മൾട്ടിപ്ലൈ? 100. ഡിനോമിനേറ്ററിൽ എത്ര വെച്ച് മൾട്ടിപ്ലൈ? 100. അപ്പോൾ എത്ര കിട്ടും ആൻസർ? എത്ര കിട്ടും? 300/5
ഡിവൈഡ് ബൈ 100 ഉള്ളപ്പം ഒരു ഡിവൈഡ് ബൈ 100 കിടപ്പുണ്ടല്ലോ, അതിന് നമുക്ക് എന്തായിട്ട് എഴുതാം? പെർസെൻറ്റ്. ഓക്കെ, അപ്പം ഇതിനെ സോൾവ് ചെയ്തേ. 30ൽ 5 എത്ര ടൈംസ് ആ? 6 ടൈംസ്. 60%. ഉണ്ടോ? ഇത് എത്ര പെർസെൻറ്റേജ് ആണ്? 60%. അപ്പം നമുക്ക് എന്ത് എഴുതാം? നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? Thus 60% part is shaded. 60% part is എന്താണ്? ഷെയ്ഡ്. 60%, 60% പാർട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സിമിലർലി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? തേർഡ് ക്വസ്റ്റ്യൻ ചെയ്യാം. സിമിലർലി നിങ്ങൾക്ക് തേർഡ് ക്വസ്റ്റ്യൻ ചെയ്യാം. ഞാൻ വേണേൽ നിങ്ങൾക്ക് അതിന് കുറച്ച് ഹിൻസ് പറഞ്ഞുതരാം. എത്ര പാർട്സ് ഉണ്ട് ഇതിൽ മൊത്തം? 1 2 3 4 5 6 7 അല്ല സോറി 7 8 ഉണ്ടോ? ടോട്ടൽ എത്ര പാർട്സ് ഉണ്ട്? 8 പാർട്സ് ഉണ്ട്. അപ്പം എങ്ങനെ എഴുതും? നമ്മുടെ ഫ്രാക്ഷൻ എങ്ങനെ എഴുതും? 8 പാർട്സിൽ എത്ര ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്? 3. 3/8 അല്ലേ? ഉണ്ടോ? എന്നിട്ട് പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ന്യൂമറേറ്ററിൽ ഡിനോമിനേറ്ററിൽ എത്ര വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം? 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. എന്നിട്ട് നിങ്ങൾ അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കണം. നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് തരുവാണേ. നിങ്ങൾക്ക് ഹോംവർക്ക് തന്നതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളത് എനിക്ക് അയച്ചു തരിക. എന്നിട്ട് നിങ്ങൾ എന്നോട് ചോദിക്കുക, സാറേ എനിക്ക് ഈ ഹോംവർക്ക് കിട്ടിയില്ല, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം എന്ന് പറയുവാണെങ്കിൽ നിങ്ങൾക്ക് ഞാനത് പറഞ്ഞുതരാം കേട്ടോ. നിങ്ങളത് ചെയ്ത് നോക്കുക. ഞാൻ എന്ത് എനിവേ ഇതിൻ്റെ ആൻസർ ഞാൻ തരുവാണേ. ഇതിൻ്റെ ആൻസർ നിങ്ങൾ ചെയ്താൽ കിട്ടേണ്ട ആൻസർ ഇതാണേ. 37.5% ആണ് ഇതിൻ്റെ ആൻസർ കേട്ടോ. 37.5% ആണ് ഇതിൻ്റെ ആൻസർ. അപ്പം നേരത്തെ ക്വസ്റ്റ്യനുകൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് തരാം. നിങ്ങളുടെ ഈ ക്വസ്റ്റ്യൻ നമ്പർ 2ൽ 12.35 അത് നിങ്ങളത് ചെയ്യേണ്ടതാണ്. ഞാനത് ആൻസർ ചെയ്താൽ എന്ത് കിട്ടുമെന്നും കൂടെ ഇവിടെ എഴുതിയിട്ട് തരാം. നിങ്ങൾക്ക് കിട്ടേണ്ട ആൻസർ 1235% ആണ് കേട്ടോ. ഇതിൻ്റെ ആൻസറായിട്ട് നിങ്ങൾക്ക് കിട്ടേണ്ടത് 1235% ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇല്ലേ, ക്വസ്റ്റ്യൻ നമ്പർ 1ൽ കിട്ടേണ്ട ആൻസർ അത് നിങ്ങൾ സോൾവ് ചെയ്തെടുക്കുക. സോൾവ് ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന മിക്സഡ് ഫ്രാക്ഷനിൽ പറയാം. മിക്സഡിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അല്ലാതെയും ചെയ്യാൻ പറ്റും. 200/7 ഇത്രയും പെർസെൻറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ മിക്സഡ് ആക്കി എടുക്കാം കേട്ടോ. മിക്സഡ് ആക്കാനൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. 200/7 മിക്സഡ് ആക്കാനൊക്കെ അറിയാമല്ലോ. അതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. ഓക്കെ, നമ്മളെ എല്ലാ ചാപ്റ്ററുകളുടെ ഒരു മിക്സ്ചറാണ് ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് കേട്ടോ. കുറേ പഠിച്ചില്ല നമ്മൾ, അതിൻ്റെ അകത്ത് എല്ലാത്തിൻ്റെ ഒരു മിക്സ്ചറാണ് നമ്മളിപ്പോൾ ഇവിടെ പഠിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നിങ്ങളുടെ സെയിം എക്സസൈസ് തന്നെയാണ്. അതിലെ ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മളിപ്പോൾ 3 കഴിഞ്ഞല്ലോ, 4th ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം ഇവിടെ അവർ പറഞ്ഞേക്കുന്നത് ഇത് പ്യൂർലി ന്യൂമറിക്കൽ ആണ് കേട്ടോ. ന്യൂമറിക്കൽ നമുക്ക് ജസ്റ്റ് ചെയ്തെടുക്കാൻ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല ഇതിൻ്റെ അകത്ത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് അവർ പറഞ്ഞേക്കുന്നത്? ഞാൻ ഒന്നുകൂടെ വേണമെങ്കിൽ സൂം ചെയ്ത് തരാം നിങ്ങൾക്ക് കാണാനുള്ള ഇതിന് വേണ്ടി. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്? എന്താ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്? എന്താ? 15% ഓഫ് 250. ഓക്കെ, 15% എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് 100 ഓഫ് എത്രയാ? 250 ഉണ്ടോ? 0 2 ക്യാൻസൽ ആയി പോയല്ലോ അല്ലേ? ഇനി 5 2s are 10, 5 5s are 25 അല്ലേ? ഇനി 15 × 5 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 75 കിട്ടും ഉണ്ടോ? 75/2 അല്ലേ? 75/2 എന്ന് പറഞ്ഞാൽ നിങ്ങൾ സിംപ്ലിഫൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എത്ര കിട്ടും? 37.5. ഓക്കെ, ഇതായിരിക്കും ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഓക്കെ, കിട്ടിയല്ലോ? കിട്ടിയില്ലേ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാം നമുക്ക്. ഇതൊക്കെ നമ്മുടെ ഒത്തിരി കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ PSC എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. PSC എക്സാംസിനൊക്കെ അതിനൊക്കെ ചോദിക്കുന്നത് ഇതൊക്കെയാണ് കേട്ടോ. അപ്പം നിങ്ങൾ പഠിച്ചിരിക്കുക. നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചതാണെന്ന് പറയുന്നത് ഇതൊക്കെയാണ് എക്സാംസിന് ചോദിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് 1% ഓഫ് 1 hour. ഓക്കെ, ഞാൻ ചെയ്യാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ 1% എന്ന് പറഞ്ഞാൽ എന്താ? 1/100 ഓഫ് 1 hour. 1 hour എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റ്സാ? 60 മിനിറ്റ്സ് അല്ലേ? 60 മിനിറ്റ്സ് ഉണ്ടോ? 1% ഓഫ് 1 hour എന്ന് പറഞ്ഞാൽ 1/100 × 60. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്ത് കളയാം അല്ലേ?
അപ്പം നമ്മൾ ക്യാൻസൽ ചെയ്ത് കളയുകയാണെങ്കിൽ നമുക്ക് പിന്നെ കിട്ടുന്ന എത്രയാണ്? ഇത് ഇനിയും ക്യാൻസൽ ആയി പോകും അല്ലേ? 2ൽ ക്യാൻസൽ ചെയ്യണമെങ്കിൽ 2 5s 10, 2 3s 6. അപ്പോൾ ആൻസർ എത്ര കിട്ടി? 3/5 മിനിറ്റ് കേട്ടോ. 3/5 × 1 മിനിറ്റ് എന്ന് എഴുതിയാലും കുഴപ്പമില്ല. 3/5 × 1 എന്ന് പറഞ്ഞാൽ 3 × 1 എന്ന് പറഞ്ഞാൽ 3 തന്നെയല്ലേ. 3/5 of 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എഴുതിയാലും കുഴപ്പമില്ല. ഞാൻ എന്തിനാ ഇങ്ങനെ എഴുതിയെന്ന് ചോദിച്ചാലുണ്ടല്ലോ, 3/5 × 1 മിനിറ്റ്. വാട്ട് ഈസ് 1 മിനിറ്റ്? ഇറ്റ് ഈസ് 60 സെക്കൻഡ്സ് അല്ലേ. 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ്സ് അല്ലേ. അപ്പോൾ എനിക്ക് എൻ്റെ ആൻസർ സെക്കൻഡ്സിൽ എഴുതാൻ വേണ്ടിയാണ്. അപ്പോൾ 65 ക്യാൻസൽ ചെയ്യാലോ. 5 1s are 5, റിമൈൻഡർ 1, 10, 5 2s are 10, 12 × 3. 12 × 3 എന്ന് പറയുമ്പോൾ 3 × 2 6 3, 36 സെക്കൻഡ്സ് ഉണ്ടോ? കിട്ടിയുണ്ടോ ആൻസർ? അപ്പം 1% ഓഫ് an hour, 1% ഓഫ് 1 hour എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര സെക്കൻഡ്സാ? 36 സെക്കൻഡ്സ് ആണ് കേട്ടോ. ഉണ്ടോ? നമ്മൾ ഇതുപോലെ ചെയ്തെടുത്ത് കണ്ടോ ആൻസർ? അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഞാൻ ചുമ്മാ സെക്കൻഡ്സിലോട്ട് കൊണ്ടുവന്നുള്ളൂ. മിനിറ്റ്സിൽ എഴുതുവാണെങ്കിലും പ്രശ്നമൊന്നുമില്ല. 3/5 മിനിറ്റ് എന്ന് പറഞ്ഞ് എഴുതാം. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇങ്ങനെ സെക്കൻഡ്സിലോട്ട് കൊണ്ടുവരുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് സി പാർട്ട് എന്താണ്? 20%. 20% പെർസെന്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഡിവൈഡഡ് ബൈ എത്രയാണ്? 100 അല്ലേ. അതറിയാലോ എല്ലാവർക്കും. 20% എന്ന് പറഞ്ഞാൽ 20/100 ആണ്. ഓഫ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ആണെന്ന് അറിയാലോ. ഓഫ് 2500 ഉണ്ടോ? അപ്പോൾ എന്ത് പറ്റും? 20% എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്ററിൽ 100 ഉണ്ട് കണ്ടോ. അപ്പോൾ ഈ 2 സീറോസും ക്യാൻസൽ ആകത്തില്ലേ. 25 × 2 എത്ര? 50. 25 × 2 50, ഒരു 0 കൂടെ വരും, 500. അപ്പോൾ ഇത് റുപ്പീസിലാണ് തന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ ആൻസറും എത്രയിൽ തന്നെ എഴുതണം? റുപ്പീസ് ഉണ്ടോ. അപ്പോൾ 20% ഓഫ് 2500 എന്ന് പറയുന്നത് എത്രയാണ്? 20% എന്ന് പറയുമ്പോൾ 20/100 × 2500. അത് സിംപ്ലിഫൈ ചെയ്താൽ എത്ര കിട്ടും? 500 റുപ്പീസ്. അതാണ് നമ്മുടെ ആൻസർ കേട്ടോ. 500 റുപ്പീസ്. ഓക്കെ, റുപ്പീസിന്റെ സിമ്പിളാണ് ഞാൻ ഇവിടെ ഇട്ടേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. എല്ലാം ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് എന്താണ്, നമുക്ക് ഹോംവർക്കും തരാനില്ല ഇതിനകത്ത്. നമുക്കിത് ചെയ്യാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 75% എന്ന് പറഞ്ഞാൽ എന്താ? ബൈ 100 ഓഫ് 1 കിലോഗ്രാം. ഓർക്കുക, 1 കിലോ എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാമാ? 1000 ഗ്രാമാ. 1 കിലോ എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാമാ? 1000 ഗ്രാമാ. അപ്പോൾ നമ്മൾ 1 കിലോന്റെ സ്ഥാനത്ത് എന്തിട്ട് കൊടുക്കുക? പുട്ട് 1000 ഗ്രാം. അപ്പോൾ ഈ 2 സീറോസ് ക്യാൻസൽ ആയി പോകത്തില്ലേ. അപ്പോൾ എത്ര കിട്ടും? 750 ഗ്രാം. സോ 75% ഓഫ് 1 കിലോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഗ്രാംസാ? 750 ഗ്രാംസ്. ഓക്കെ, അപ്പം നമ്മൾ ഗ്രാമിൽ എഴുതിയല്ലോ. ഓക്കെ, നമുക്ക് ഇങ്ങനെ നമ്പേഴ്സ് കിട്ടാൻ വേണ്ടിയാണ് ഈ 750 എന്നൊക്കെ പറഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ യൂണിറ്റ് ഒക്കെ മാറ്റിയിടുന്നത്. അല്ലെങ്കിൽ അത് പിന്നെ അത് തന്നെ ആയിപ്പോകത്തില്ലേ. 75% ഓഫ് 1 എന്ന് പറഞ്ഞാൽ 75/100 അതൊരു ഫ്രാക്ഷനിൽ നിൽക്കും. നമുക്ക് ഇതുപോലുള്ള നമ്പേഴ്സിൽ ഇൻഡിജേഴ്സിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലുള്ള യൂണിറ്റ്സ് മാറ്റി ചെയ്യുന്നത്. നേരത്തെ കേസിൽ ടൈമിൻ്റെ കേസിലും ഞാൻ അങ്ങനെ ചെയ്തത് അതിന് വേണ്ടിയാണ് കേട്ടോ. ഓക്കെ, ഇൻഡിജേഴ്സിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് മൂവ് ചെയ്യാം. Okay, next question. Question number 6. Okay. അപ്പോൾ question number 6 ഇതാണ്. Convert the given percentage to decimal fractions and also the fractions in എന്ത് ഫോംസ് ആ? സിംപ്ലസ്റ്റ് ഫോം. അപ്പോൾ ഞാൻ question number 5 ഇവിടെ ചെയ്തിട്ടില്ലേ. question number 6 ആണ് ഇപ്പോൾ ചെയ്തേക്കുന്നത്. question number 5 നമുക്ക് ചെയ്യാം കേട്ടോ. 5 നമുക്ക് ചെയ്യാം. question number 6 നമുക്കിപ്പോൾ ചെയ്യാം.